റെയിൽവേയിൽ യാത്രക്കാരുടെ ട്രെയിനുകൾ വലിക്കാൻ വേണ്ടി പ്രത്യേകമായി നിർമ്മിച്ച ആദ്യ ഡീസൽ ലോക്കോമോട്ടീവുകളിൽ ഒന്നാണിത്. WDP-1 പ്രധാന വിവരങ്ങൾ. WDP-1 എന്ന കോഡിന് ബ്രോഡ്ഗേജ് ഡീസൽ പാസഞ്ചർ ഒന്നാം തലമുറ എന്നാണ് അർത്ഥമാക്കുന്നത്. WDM-2 ശേഷം നിർമ്മിച്ച, എന്നാൽ യാത്രക്കാരുടെ ട്രെയിനുകൾക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ലോക്കോമോട്ടീവാണ്. 1995-നും 1999-നുമിടയിൽ വാരാണസിയിലെ ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്സ് BLW ആണ് ഇത് നിർമ്മിച്ചത്. ഏകദേശം 69 യൂണിറ്റുകളാണ് നിർമ്മിച്ചത്. ഇതിന് 2300 ഹോഴ്സ് പവർ HP ശക്തിയുണ്ട്. WDM-2ന്റെ 16 സിലിണ്ടർ എഞ്ചിനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് 12 സിലിണ്ടർ എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമായും കുറഞ്ഞ ദൂരത്തേക്ക് ഓടുന്ന പാസഞ്ചർ ട്രെയിനുകൾ വലിക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഇതിന് ബോബോ വീൽ അറേഞ്ച്മെന്റാണ് ഉള്ളത്, അതായത് ഓരോ ബോഗിക്കും 2 ആക്സിലുകളാണുള്ളത്. ഇത് ലോക്കോമോട്ടീവിന്റെ ഭാരം കുറയ്ക്കാനും ഉയർന്ന വേഗതയിൽ ഓടാനും സഹായിക്കുന്നു. WDM-2ന് കോക്കോ അറേഞ്ച്മെന്റാണ്. WDM-2നെ അപേക്ഷിച്ച് ഭാരം കുറഞ്ഞതും വേഗത കൂടിയതുമാണ് WDP-1. മണിക്കൂറിൽ 140 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ഇതിന് കഴിയുമായിരുന്നു. ഇതിന്റെ മുൻഭാഗം അല്പം പരന്നതായതുകൊണ്ട് ചിലർ ഇതിനെ ബാൾഡി എന്നും വിളിക്കാറുണ്ട്. കാലക്രമേണ കൂടുതൽ ശക്തിയുള്ള WDP-3A, WDP-4 പോലുള്ള ലോക്കോമോട്ടീവുകൾ വന്നതോടെ WDP-1ന്റെ പ്രാധാന്യം കുറഞ്ഞു. ഇപ്പോൾ അവയിൽ പലതും സേവനത്തിൽ നിന്ന് പിൻവലിച്ചു കഴിഞ്ഞു. എങ്കിലും ചെറിയ ദൂരങ്ങളിലെ യാത്രക്കാർക്കുള്ള ട്രെയിനുകളിലും ഷണ്ടിംഗ് ആവശ്യങ്ങൾക്കും ചില WDP-1 ലോക്കോമോട്ടീവുകൾ ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യൻ റെയിൽവേയുടെ പാസഞ്ചർ ഗതാഗതത്തിനായി പ്രത്യേകമായി ഡീസൽ ലോക്കോമോട്ടീവുകൾ നിർമ്മിക്കാനുള്ള ആദ്യത്തെ ശ്രമമായിരുന്നു WDP-1. ഇത് പിന്നീട് വന്ന ശക്തമായ ലോക്കോമോട്ടീവുകൾക്ക് വഴി തുറന്നു. ഇന്ത്യൻ റെയിൽവേക്കായി ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്സ് BLW 1995-ൽ വികസിപ്പിച്ചെടുത്ത ഒരു ഡീസൽ ഇലക്ട്രിക് ലോക്കോമോട്ടീവാണ് ഇന്ത്യൻ ലോക്കോമോട്ടീവ് ക്ലാസ് WDP-1. WDP-1 എന്ന മോഡൽ പേര് അതിന്റെ പ്രധാന സവിശേഷതകളെ സൂചിപ്പിക്കുന്നു. W എന്നത് ബ്രോഡ് ഗേജിനെയും, D എന്നത് ഡീസലിനെയും, P എന്നത് പാസഞ്ചർ ട്രാഫിക്കിനെയും, 1 എന്നത് അതിന്റെ ആദ്യ തലമുറയെയും ഫസ്റ്റ് ജനറേഷൻ സൂചിപ്പിക്കുന്നു. ഈ ലോക്കോമോട്ടീവുകൾ വികസിപ്പിച്ച അതേ വർഷം തന്നെ സർവീസിലും പ്രവേശിച്ചു. നിർമ്മാതാവ് ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്സ് BLW, വാരണാസി. മോഡൽ DL5600C. നിർമ്മാണ കാലഘട്ടം 1995 മുതൽ 1999 വരെ. ആകെ നിർമ്മിച്ചത് 69 യൂണിറ്റുകൾ. നമ്പറുകൾ 1500 115069. സാങ്കേതിക വിവരങ്ങൾ. കോൺഫിഗറേഷൻ: ബോബോ ഗേജ് 1676 മില്ലിമീറ്റർ, 5 അടി 6 ഇഞ്ച്. ബോഗികൾ ഫ്ലെക്സികോയിൽ മോഡലുകളെ അടിസ്ഥാനമാക്കിയുള്ള ബോബോ ഫാബ്രിക്കേറ്റഡ് ബോഗികൾ. അളവുകൾ: ചക്രത്തിന്റെ വ്യാസം 1092 മില്ലിമീറ്റർ, 3 അടി 7 ഇഞ്ച്. വീൽ ബേസ് 12.834 മീറ്റർ, 42 അടി 1+1.4 ഇഞ്ച്. നീളം 14.810 മീറ്റർ, 48 അടി 7+1.8 ഇഞ്ച്. വീതി 2.95 മീറ്റർ, 9 അടി 8+1.8 ഇഞ്ച്. ഉയരം 4.077 മീറ്റർ, 13 അടി 4+1.2 ഇഞ്ച്. ഭാരവും ശേഷിയും: ആക്സിൽ ലോഡ് 20,000 കിലോഗ്രാം, 44,000 പൗണ്ട്. ലോക്കോ ഭാരം 80,100 കിലോഗ്രാം, 1,76,600 പൗണ്ട്. ഇന്ധനതരം: ഡീസൽ. ഇന്ധനശേഷി 5000 L, 1100 ഇംപ് ഗൽ, 1300 US ഗൽ. എഞ്ചിൻ പ്രൈം മൂവർ ആൽക്കോ 251 CR. എഞ്ചിൻ തരം V12 ഡീസൽ. സിലിണ്ടറുകൾ 12. സിലിണ്ടർ വലിപ്പം 228 മില്ലിമീറ്റർ ഗുണം 266 മില്ലിമീറ്റർ, 8.98 ഇഞ്ച് ഗുണം 10.47 ഇഞ്ച്. ബോർ ഗുണം സ്ട്രോക്ക്. ആസ്പിരേഷൻ ടർബോ സൂപ്പർ ചാർജ്ഡ്. RPM റേഞ്ച് 390 മുതൽ മിനിറ്റിൽ 400 റവല്യൂഷൻ വരെ. ഐഡ്ലിംഗ് മിനിറ്റിൽ 1000 റവല്യൂഷൻ. 8ാം നോച്ചിൽ. ട്രാക്ഷനും ട്രാൻസ്മിഷൻ ഡീസൽ ഇലക്ട്രിക്. ട്രാക്ഷൻ മോട്ടോറുകൾ ഭേൽ 5002AZ, CGL 7362A. ട്രെയിൻ ബ്രേക്കുകൾ എയർ ഡ്യുവൽ. പരമാവധി വേഗത മണിക്കൂറിൽ 140 കിലോമീറ്റർ, മണിക്കൂറിൽ 87 മൈൽ. പവർ ഔട്ട്പുട്ട് പരമാവധി 2300 കുതിരശക്തി, 1700 കിലോവാട്ട്. റേറ്റ് ചെയ്തത് 2000 കുതിരശക്തി, 1500 കിലോവാട്ട്. ട്രാക്റ്റീവ് എഫേർട്ട് 20 T, 20 ലോങ് ടൺസ്, 22 ഷോർട്ട് ടൺസ്. MU മൾട്ടിപ്പിൾ യൂണിറ്റ്. വർക്കിംഗ് 2. WDG-4 പോലുള്ള കൂടുതൽ ആധുനിക ലോക്കോമോട്ടീവുകളുടെയും വൈദ്യുതീകരണത്തിന്റെയും വരവിനുശേഷവും ഗണ്യമായ എണ്ണം WDP-1 യൂണിറ്റുകൾ
മെയിൻലൈൻ ഡിപ്പാർട്ട്മെന്റൽ ഡ്യൂട്ടികളിൽ ഇപ്പോഴും ഉപയോഗത്തിലുണ്ട്. 2025 ജൂലൈയിലെ കണക്കനുസരിച്ച് 7 ലോക്കോമോട്ടീവുകൾ ഇപ്പോഴും മെയിൻലൈനിൽ പ്രവർത്തനക്ഷമമാണ്. പ്രധാനമായും ഹ്രസ്വദൂര യാത്രാ ട്രെയിനുകൾക്കും ഷണ്ടിംഗ് ജോലികൾക്കുമാണ് ഇവ ഉപയോഗിക്കുന്നത്. ഈ ലോക്കോമോട്ടീവുകൾ ഘട്ടം ഘട്ടമായി ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട്. ചില യൂണിറ്റുകൾ ഇതിനോടകം തന്നെ പൊളിച്ചു മാറ്റിയിട്ടുമുണ്ട്.